ചാപ്റ്റർ 10 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ മുഗൾ റൂൾ, മുഗൾ രാജ്ഭരണത്തിന്റെ സ്ഥാപനം. ബാബറുടെ കീഴിൽ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ സ്ഥാപനത്തെ വിലയിരുത്തുക. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പര ആരംഭിക്കുന്നത് സാഹിർ ഉദ്ദീൻ മുഹമ്മദിൽ നിന്നാണ്. അദ്ദേഹം ബാബർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1483 ജനിച്ച ബാബർ 1494 മധ്യേഷ്യയിലെ ഒരു പ്രമുഖ ഫർഗാനയിലെ രാജാവായി. 1504 ബാബർ കാബൂൾ പിടിച്ചെടുത്തു. ഇന്ത്യയെ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ താഴെ പറയുന്നു. ഇന്ത്യയുടെ അളവറ്റ സമ്പത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ബാബർ അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിലും നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ഫർഗാനയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ ഇന്ത്യയെ ഒരു അഭയസ്ഥാനമാക്കാം എന്ന ധാരണ. ഇന്ത്യയിലെ രജപുത്രരും അഫ്ഗാൻകാരും അവരുടെ എതിരാളികളെ നേരിടാൻ ബാബറുടെ സഹായം അഭ്യർത്ഥിച്ചത്. 1518 ഭീരാകോട്ട ആക്രമിച്ചുകൊണ്ട് ബാബർ തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. 1525 അദ്ദേഹം പെഷവാറിലെത്തി. ഇദ്ദേഹത്തിന്റെ വരവിനെ തുടർന്ന് പഞ്ചാബ് ഭരിച്ചിരുന്ന ദൗലത് ഖാൻ ലോഡി കീഴടങ്ങുകയും ബാബർ പഞ്ചാബിന്റെ അധിപനാവുകയും ചെയ്തു. പഞ്ചാബ് കീഴടക്കിയ ശേഷം ബാബർ ഡൽഹിക്ക് നേരെ നീങ്ങി. ഡൽഹി സുൽത്താൻ ഇബ്രാഹിം ലോഡിയെ പരാജയപ്പെടുത്തി. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. ഇബ്രാഹിം ലോഡിയുടെയും ബാബറുടെയും സൈന്യം 1526 ഏപ്രിൽ 20 ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ബാബറുടെ കുതിരയുടെ നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇബ്രാഹിം ലോഡിക്ക് കഴിഞ്ഞില്ല. ഏതാണ്ട് ഒരു പകൽ കൊണ്ട് അവസാനിച്ച യുദ്ധത്തിൽ 10000 ഭടന്മാരോടൊപ്പം ഇബ്രാഹിം ലോഡിയും കൊല്ലപ്പെട്ടു. ഇത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ യുദ്ധമായിരുന്നു ഇത്. ഖൻവ യുദ്ധം 1527. പാനിപ്പത്തിലെ വിജയത്തിന് ശേഷം ബാബർക്ക് നേരിടേണ്ടി വന്ന ശക്തനായ പ്രതിയോഗി ചിറ്റൂരിലെ രാജാവായ റാണസംഗ ആയിരുന്നു. 1527 റാണസംഗയും ബാബറും ആഗ്രക്കടുത്തുള്ള ഖൻവായിൽ വെച്ച് ഏറ്റുമുട്ടി. വീരോടെ പൊരുതിയെങ്കിലും വിജയം ബാബർക്കായിരുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ഓട്ടി രക്ഷപ്പെട്ട റാണസംഗ പിന്നീട് മരിച്ചു. ഇതോടെ ബാബർ ഉത്തരേന്ത്യയിലെ സർവാധിപതിയായി. ഗോഗ്രി യുദ്ധം 1529. ഡൽഹിയും ആഗ്രയും അടക്കം മധ്യേന്ത്യ ബാബറുടെ കയ്യിൽ വന്നപ്പോഴും കിഴക്കേ ഇന്ത്യയിൽ അഫ്ഗാൻ ആധിപത്യം തുടർന്നിരുന്നു. അഫ്ഗാൻകാരുടെ ശല്യം അവസാനിപ്പിക്കാൻ ബാബർ കിഴക്കോട്ട് നീങ്ങി. 1529 മെയ് 6 ബാബറുടെയും അഫ്ഗാനിസ്ഥാൻകാരുടെയും സൈന്യം ഗോഗ്ര നദീതീരത്ത് വെച്ച് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ പരാജയപ്പെട്ട അഫ്ഗാനികൾ ബാബർക്ക് വഴങ്ങി. ഈ 3 പ്രമുഖ യുദ്ധങ്ങളോടെ ബാബർ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അടിത്തറവാകി. കീഴടക്കിയ സ്ഥലങ്ങളിൽ ശക്തമായ ഭരണ സംവിധാനം ഏർപ്പെടുത്താനോ പ്രദേശങ്ങൾ ഏകീകരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഇന്ത്യയിൽ കഴിച്ചുകൂട്ടിയ കാലം മുഴുവൻ യുദ്ധത്തിലോ കലാപങ്ങൾ ഒതുക്കാനുള്ള പരിശ്രമത്തിലോ മുഴുകേണ്ടി വന്നു എന്നതിനാലാണ്. മധ്യേഷ്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബാബർ ഇന്ത്യയിലെത്തിയത്. ഉജ്ജ്വല സേനാനായകനും യുദ്ധതന്ത്രജ്ഞനുമായ ബാബർ മികച്ച ഒരു എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ബാബർ നാമ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ബാബർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഷർഷയുടെ ഭരണ പരിഷ്കാരങ്ങൾ വിവരിക്കുക. മുഗൾ ഭരണത്തിന് താൽക്കാലികമായി അന്ത്യം വരുത്തിയ ഷർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് എന്നായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഭരണകർത്താക്കളിൽ ഒരാളായിരുന്നു ഷർഷ. ബീഹാറിലെ രാജാവാണ് ഫരീദിന് ഷേർഖാൻ എന്ന സ്ഥാനം നൽകിയത്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഷേർഖാൻ ബീഹാറിലെ പരമാധികാരിയായി മാറി. ചുനാർകോട്ടയുടെ ആധിപത്യം അദ്ദേഹത്തിന്റെ അധികാരവും പ്രശസ്തിയും വർദ്ധിപ്പിച്ചു. പിന്നീട് ഷേർഖാൻ ഫരീദ് ഉദ്ദീൻ ഷേർഖാൻ എന്ന സ്ഥാനപ്പേരോടുകൂടി ഡൽഹി സിംഹാസനത്തിൽ അവരോധിതനായി. ഷേർഷായുടെ ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണപരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഷർഷ. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ഭരണകാലം ഭരണവ്യവസ്ഥയിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. കേന്ദ്രഭരണം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. ഷർഷ തന്റെ കീഴിൽ കേന്ദ്രീകൃതമായൊരു ഭരണ സംവിധാനം നടപ്പിലാക്കിയിരുന്നു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദു ഷർഷയായിരുന്നു. ജനഹിതത്തെ ആധാരമാക്കിയുള്ളതായിരുന്നു ഭരണം. പ്രാദേശിക ഭരണം സാമ്രാജ്യം, പ്രവിശ്യകൾ, ഗവർണർ സർക്കാരുകൾ, ഷീഖ്ദാരി, ഷീഖ്ദാരൻ പർഗാനകൾ, അമീൻ ഗ്രാമങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, ഭൂനികുതി പരിഷ്കാരങ്ങൾ. ഷർഷായുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ റവന്യൂ രംഗത്താണ്. കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഫലഭൂയിഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ നല്ലത്, ഇടത്തരം, മോശം എന്നിങ്ങനെ 3 തിരിച്ചു. 3 തരം ഭൂമിയുടെയും മൊത്ത ഉൽപാദനത്തിന്റെ ശരാശരിയുടെ 1/3 നികുതി നൽകിയിരുന്നു. മുഖാഡംസ്, പട്വാരീസ് എന്നീ ഇടനിലക്കാരുടെ സേവനം നികുതി പിരിവിനായി ഷേർഷാ ഉപയോഗിച്ചു. കൃഷിഭൂമിയുടെ വിസ്തീർണം, കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ, ഓരോ കൃഷിക്കാരനും നൽകേണ്ട നികുതി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയ രേഖ പട്ട ഓരോ കർഷകനും മുൻകൂട്ടി നൽകിയിരുന്നു. സാധനമായും പണമായും നികുതി അടയ്ക്കാമായിരുന്നു. പണമായി നികുതി അടയ്ക്കുന്നതിനെയാണ് പൊതുവെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. വിളനാശം സംഭവിക്കുമ്പോൾ നികുതി ഇളവും കാർഷിക ലോണുകളും കൃഷിക്കാർക്ക് നൽകിയിരുന്നു. വ്യാപാര വാണിജ്യ രംഗം. വ്യാപാര വാണിജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പല നടപടികളും അദ്ദേഹം കൈക്കൊണ്ടു. വാണിജ്യ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നികുതികൾ പലതും അദ്ദേഹം ഒഴിവാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ റോഡുകൾ ഷേർഷാ നിർമ്മിച്ചു. സൈനികാവശ്യം കൂടി പരിഗണിച്ചായിരുന്നു ഇത്. റോഡരികിൽ തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും അദ്ദേഹം വച്ചുപിടിപ്പിച്ചു. 1700 സരൈസ് വിശ്രമ കേന്ദ്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഇതിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നീതിന്യായ വ്യവസ്ഥ. നീതി നടപ്പാക്കുന്നതിൽ ഷേർഷാ അങ്ങേയറ്റം നിഷ്പക്ഷത പാലിച്ചു. നീതി നടപ്പിലാക്കുന്നതിൽ ഒരിക്കലും വലിപ്പച്ചെറുപ്പം നോക്കിയിരുന്നില്ല. രാജവംശത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നീതിയുടെ മുമ്പിൽ ഒരു പ്രത്യേക പരിഗണനയും ലഭിച്ചിരുന്നില്ല. 1554 ഷേർഷാ മരണമടഞ്ഞു. ഷേർഷായുടെ മരണശേഷം വന്ന ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പരസ്പരം കലാപങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ഹുമയൂൺ ഡൽഹിയിലേക്ക് തിരിച്ചുവരികയും തന്റെ അധികാരം തിരിച്ചുപിടിക്കുകയും ചെയ്തു. എന്നാൽ താൻ തിരിച്ചുപിടിച്ച സാമ്രാജ്യത്തെ ഭദ്രമായ നിലയിലെത്തിക്കാൻ ഹുമയൂണിന് കഴിഞ്ഞില്ല. ഹുമയൂൺ എങ്ങനെയാണ് തന്റെ പദവി നിലനിർത്തിയത്? ബാബറെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ഹുമയൂൺ അധികാരത്തിൽ വന്നു. ഹുമയൂൺ നേരിട്ട പ്രധാന ശല്യം അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തന്നെയായിരുന്നു. തന്റെ സഹോദരന്മാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിയെങ്കിലും അധികാരമോഹികളായ അവർ വിശ്വസ്തരായിരുന്നില്ല. അധികാരമേറ്റ ഉടൻ ഹുമയൂൺ കലിഞ്ചാർ കോട്ടയും ജോൺപൂരും ആക്രമിച്ചു. പിന്നീട് അഫ്ഗാനികൾക്കെതിരെ ശ്രദ്ധ തിരിച്ചു. ഹുമയൂൺ ചുനാർ കോട്ട ആക്രമിച്ചു. പരാജയം ഉറപ്പായപ്പോൾ അഫ്ഗാൻ ജനറലായ ഷേർഖാൻ ഹുമയൂണുമായി ഒരു സന്ധിയുണ്ടാക്കി. മുഗൾ മേൽക്കോയ്മ അദ്ദേഹത്തിന് തിരിച്ചുകിട്ടി. താൽക്കാലികമായി മുഗളരുമായി സന്ധിയുണ്ടാക്കിയ ഷേർഖാൻ മുഗളന്മാരെ തുരത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ശക്തമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഷേർഖാൻ മുഗളരെ നേരിട്ടു. 1539 ചൌസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ തോൽപ്പിച്ചു. അങ്ങനെ ഡൽഹിയും ആഗ്രയും ലാഹോറും ഷേർഖാൻ തന്റെ അധീനതയിലാക്കി. പിന്നീട്
1555 ഹുമയൂൺ ഇന്ത്യയിൽ തിരിച്ചുവന്ന് തന്റെ അധികാരം തിരിച്ചുപിടിക്കുകയും മുഗൾ രാജവംശം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അക്ബറുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വ്യാപനം വിശദീകരിക്കുക. ഷേർഷായുടെ മരണത്തിന് ശേഷം അരാജകത്വവും അനൈക്യവും വീണ്ടും തലപൊക്കി. 1556 13-ാം വയസ്സിൽ ഹുമയൂണിന്റെ പിൻഗാമിയായി അക്ബർ സ്ഥാനമേറ്റു. ഹുമയൂണിന്റെ വിശ്വസ്തനായ ബൈറാം ഖാന്റെ രക്ഷാകർത്തത്തിലായിരുന്നു അക്ബർ. അധികാരത്തിൽ വന്ന അക്ബറിന്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷേർഷായുടെ സാമ്രാജ്യം ഛിന്നഭിന്നമായി കഴിഞ്ഞിരുന്നു. രാജ്യം ഒരു കടുത്ത ക്ഷാമം നേരിടുകയായിരുന്നു. ഹിന്ദുസ്ഥാനെ തന്റെ കീഴിൽ കൊണ്ടുവരാൻ അക്ബറിന് തുടർച്ചയായി 20 കൊല്ലം യുദ്ധം ചെയ്യേണ്ടി വന്നു. രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556 ചക്രവർത്തിയായി സ്ഥാനാരോഹണം നടത്തിയ ശേഷം അക്ബർ ബൈറാം ഖാനോടൊപ്പം ഡൽഹിയിലേക്ക് തിരിച്ചു. 1556 ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്തിൽ വെച്ച് അക്ബർ ഹെമുവിനെ നേരിട്ടു. യുദ്ധത്തിൽ ഹെമു വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഒരു അമ്പ് കണ്ണിലേറ്റ് അദ്ദേഹം ബോധരഹിതനായി വീണു. അങ്ങനെ ഹെമുവിന്റെ സൈന്യത്തെ മുഗൾ സൈന്യം പരാജയപ്പെടുത്തുകയും ഹെമുവിനെ വധിക്കുകയും ചെയ്തു. ഡൽഹിയും ആഗ്രയും അടങ്ങുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമി വീണ്ടും മുഗൾ ഭരണത്തിന്റെ കീഴിൽ വന്നു. യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം നടക്കുന്നത് രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തോടുകൂടിയാണ്. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇ ഇലാഹി എന്നറിയപ്പെട്ടു. സാമ്രാജ്യത്തിന്റെ വ്യാപനം, സാമ്രാജ്യത്തിന്റെ വിസ്തൃതിക്കായി അദ്ദേഹം ആദ്യം ആക്രമിച്ചത് മാൾവയായിരുന്നു. മാൾവയിലെ ഭരണാധികാരിയായിരുന്ന ബാസ്ബഹദൂറിനെ അദ്ദേഹം പരാജയപ്പെടുത്തി. മാൾവ മുഗളന്മാരുടെ അധീനതയിലാക്കി. 1564 അക്ബർ ഗരഹ് കടാങ്ക കീഴടക്കി. കണക്കാക്കാൻ പറ്റാത്തത്ര ആഭരണങ്ങളും സ്വർണവും വെള്ളിയും ഈ ആക്രമണത്തിൽ ലഭിച്ചു. രാജസ്ഥാൻ ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ രാജ്പുത്രരുടെ സഹായം അനിവാര്യമാണെന്ന് അക്ബർ മനസ്സിലാക്കി. തന്റെ സാമർഥ്യവും നയതന്ത്രജ്ഞതയും ഉപയോഗിച്ച് രാജ്പുത്രരുടെ മനം അക്ബർ കവർന്നു. 1562 അംബറിലെ രാജാവായ രാജാ ബഹാരിമൽ അക്ബർക്ക് കീഴടങ്ങുകയും തന്റെ മകളെ അക്ബർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് മേവാർ, ബീക്കാനീർ, ജയ്സൽമീർ തുടങ്ങിയ പ്രദേശങ്ങളും അക്ബർ കീഴടക്കി. ഗുജറാത്ത് അക്ബറുടെ അടുത്ത ലക്ഷ്യം ഗുജറാത്തായിരുന്നു. സിന്ധു ഗംഗാ സമതലത്തിലെ വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താൻ ഗുജറാത്ത് കീഴടക്കുന്നത് അത്യാവശ്യമായിരുന്നു. പിന്നീട് ബീഹാറും ബംഗാളും കീഴടക്കി. അധികം കഴിയും മുൻപ് ഒറീസയും തന്റെ അധീനതയിലാക്കി. 1581 അദ്ദേഹം പഞ്ചാബ് കീഴടക്കി. ഇതോടെ അധികാര വ്യാപനം തൽക്കാലത്തേക്ക് അദ്ദേഹം നിർത്തിവെച്ചു. ദീർഘമായ തന്റെ സൈനിക പോരാട്ടങ്ങൾ ഏതാണ്ട് അവസാനിപ്പിച്ചപ്പോൾ അക്ബർ ഹിമാലയം മുതൽ നർമ്മദ വരെയും ഹിന്ദുകുഷ് മുതൽ ബ്രഹ്മപുത്ര വരെയുമുള്ള പ്രദേശങ്ങളുടെ എതിരില്ലാത്ത പ്രഭുവായി. അക്ബറും ഡക്കാനും അക്ബറുടെ ഡക്കാൻ നയത്തിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡക്കാൻ രാജ്യങ്ങളായ ബീജാപൂർ, അഹമ്മദ് നഗർ, ഗോൾക്കൊണ്ട എന്നിവയെ മുഗൾ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ഇന്ത്യൻ വ്യാപാരത്തെ ചൂഷണം ചെയ്യുന്ന പോർച്ചുഗീസുകാരെ പുറന്തള്ളുക. 1660 അക്ബർ അഹമ്മദ് നഗറിനെ ആക്രമിച്ച് കീഴടക്കി. ഉദ്യോഗസ്ഥർക്ക് പണം കൊടുത്ത് വാനേഷും കൈയടക്കി.